ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ലോ ഉണ്ട്. രണ്ടാമത്തെ ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് F=ma എന്ന് പറയുന്നത്. നമ്മളുടെ എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. അതിനെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിൽ d²x/dt² എന്ന് എഴുതാം. സോ f(x) m d²x/dt² എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഴുതാൻ പറ്റും. ഇനി ഇതേപോലെ ആക്സിലറേഷനെ വെലോസിറ്റിൻ്റെ ടേംസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? f(x) m dv/dt എന്ന് എഴുതാം. ഇവിടെ v എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. സോ വെലോസിറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നതും ആക്സിലറേഷനാണ്. സോ f(x) m dv/dt. ഇതാണ് നമ്മുടെ ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ലോൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേമിലും വെലോസിറ്റിൻ്റെ ടേമിലാണ് നമ്മൾ പിന്നീടുള്ള രണ്ട് ഇക്വേഷൻസ് എഴുതിയത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു ഇക്വേഷനെ, നമുക്കിപ്പം കിട്ടിയ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മളിപ്പം കിട്ടിയ f(x) m dv/dt എന്ന് പറയുന്ന ഇക്വേഷൻ്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ xi to xf m dv/dt dx ഈക്വൽ ടു ഇൻ്റഗ്രൽ xi to xf f(x) dx. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഈ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലാവാത്ത പോലെ തോന്നും. ഒന്നുമില്ല, നമ്മൾ ഈ മേലുള്ള ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ f(x) എന്ന് പറയുന്ന ടേമിനെയാണ് ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് എഴുതിയത്. ഈ f(x) എന്ന് പറഞ്ഞ ടേമാണ് ഇവിടെ റൈറ്റ് സൈഡിലുള്ളത്. സോ f(x) ആണ്, അതിന് മുന്നിൽ ഒരു ഇൻ്റഗ്രേഷൻ്റെ സൈൻ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നതിനെ കൊണ്ട് dx ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ f(x)ൻ്റെ മുന്നിൽ ഇൻ്റഗ്രലിൻ്റെ സൈനും dx എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി അതേപോലെ m dv/dt ഇത് തന്നെ നമ്മൾ ഇവിടേക്ക് എഴുതി m dv/dt. അതിൻ്റെ കൂടെ എന്തുണ്ട്? ഇൻ്റഗ്രൽ സൈൻ കൊടുക്കുന്നുണ്ട്, ഇൻ്റഗ്രൽ dx. ഓക്കെ, ലിമിറ്റ് xi to xf ആണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതി ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തു. സോ നമുക്കിങ്ങനെയാണ് കിട്ടുന്നത് ഇക്വേഷൻ. ഇനി ഇവിടെ നമ്മൾ എഡീഷണലായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു v എന്ന് പറയുന്ന ടേം എഡീഷണലായിട്ട് കാണാം. അതൊന്നുമില്ല, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ റെഡ് ഇങ്ക് കൊണ്ട് എഴുതിയത് നിങ്ങൾക്ക് കാണാം. ഡിസ്പ്ലേസ്മെൻറ്റ് dx എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? dxൻ്റെ കൂടെ dt/dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? dt/dt എന്ന് എഴുതാൻ പറ്റും. dx/dt എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. സോ dx v dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഞാനിവിടെ ഈ ഇക്വേഷൻ്റെ dxന് പകരം ഇവിടേക്ക് കൊടുത്തപ്പം v dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ dxനെ ഇവിടെ v dt എന്ന് പറഞ്ഞിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ബിക്കോസ് dx v dt ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാസിനെ പുറത്തേക്ക് എടുത്തു. ഇനി അതിനുശേഷം ബാക്കി എന്താ? ഇൻ്റഗ്രൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈമിലേക്ക് ചേഞ്ച് ചെയ്തതിനെ കൊണ്ട് ലിമിറ്റ് മാറ്റുകയാണ്. ti മുതൽ tf വരെയാണ്. കാരണം dx ഉള്ളത് നമ്മൾ dt മാറ്റി. സോ ബാക്കി നമ്മൾ അതുപോലെ തന്നെ ഇക്വേഷൻ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഇവിടുന്ന് നമ്മളുടെ ഈ സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നത് അതാണ് നമ്മളിവിടെ സൈഡിൽ കാണിച്ചത്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് എങ്ങനെയെന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഈ അടിയത്തെ സ്റ്റെപ്പിൽ നിന്ന് മേലത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് വന്നത് അത് മനസ്സിലാക്കുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു സ്റ്റെപ്പിനെ, ഈ നമ്മളുടെ ഈ അടിയിലുള്ള സ്റ്റെപ്പിനെ ഞാൻ ആദ്യം എഴുതാണ് ചെയ്യുന്നത്. ഇത് ഇതേപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഇവിടെയുള്ള 2നെ ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് m/2 ഫ്രണ്ടിലേക്ക് വന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, m/2 ഫ്രണ്ടിലേക്ക് വന്നതിന് ശേഷം v² ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ d/dt ഓഫ് v² ഉണ്ടല്ലോ, v² ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 2v ആണ് വരിക. 2v⁻1 ദാറ്റ് ഈസ് 2v എന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലേ? സോ 2v കഴിഞ്ഞതിന് ശേഷം വെലോസിറ്റി എന്ന് പറയുന്ന ടൈം ഡിപ്പെൻഡൻ്റ് ആയ ടേം ആയതിനെ കൊണ്ട് അതിൻ്റെ കൂടെ dv/dt എന്ന് പറഞ്ഞ ടേമും കൂടി വരും. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു dt ആണ് ഇവിടെ ലാസ്റ്റ് കാണുന്നത്. സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം m/2 ഇൻ്റഗ്രൽ ti to tf 2v dv/dt dt ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെയുള്ള രണ്ട് 2 നമുക്ക് കട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിലെ 2ഉം ന്യൂമറേറ്ററിലെ 2ഉം കട്ട് ചെയ്തു. ബാക്കി നമുക്ക് എന്ത് കിട്ടും? m ഇൻ്റഗ്രൽ ti to tf dv/dt v dt എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങൾ
ഈ ഒരു ഇക്വേഷനും അതല്ല ഇത് രണ്ടെണ്ണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷനെ ഈ ഫോമിലേക്ക് എത്തിക്കുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം അടിയിൽ നിന്ന് മേലോട്ട് എങ്ങനെയാണ് വന്നതെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡി ടി രണ്ട് സൈഡിലുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഇതെന്താണ്? ഇൻ്റഗ്രേഷനും ഉണ്ട് ഡിഫറൻസിയേഷനും ഉണ്ട്. v²/2 എന്ന് പറയുന്ന ടേമിൻ്റെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് രണ്ടിനും കട്ട് ചെയ്തിട്ട് വെറും ഫംഗ്ഷൻ മാത്രം എഴുതാം. v²/2 വരും. അതിൽ v² ഇവിടേക്ക് എഴുതി 2നെ എമ്മിൻ്റെ അടിയിലേക്കായിട്ട് പുറത്തേക്ക് എടുത്തു. സോ m/2 ഇൻറ്റു v² വന്നു. ഇനി v² നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? m/2 ഇൻറ്റു vtf² മൈനസ് vti². ഓക്കെ, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ടൈം ഒഴിവാക്കിയിട്ട് m/2 ഇൻറ്റു vf² മൈനസ് vi² എന്ന് എഴുതാണ്. ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റീനെ FI ആണ് എടുക്കുന്നത്. ടി സഫിക്സ് എഫ് എന്നുള്ള സംഭവം റിമൂവ് ചെയ്യാണ്. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഹാഫ് എം vf² മൈനസ് ഹാഫ് എം vi² എന്ന് എഴുതാം. ഹാഫ് എം vf² മൈനസ് ഹാഫ് എം vi² എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. സോ അങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1ൻ്റെ LHS ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ഇതിലേക്കാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. LHS ആണ്. ഈ ഒരു ടേമിനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുക്കുക? അതിന് പകരം ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ. സോ ഹാഫ് എം vf² മൈനസ് ഹാഫ് എം vi² ഈക്വൽ ടു റൈറ്റ് സൈഡ് മേലുള്ള അതേപോലെ തന്നെ ഇതേ ടേം താഴോട്ട് ചെയ്താണ്. സോ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ xi ടു xf fx dx എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇനി ഇതിൻ്റെ രണ്ട് ആപ്ലിക്കേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കണം, vf എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. അതിനെ നമുക്ക് dxf/dt എന്ന് എഴുതാം. vi എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതിനെ നമുക്ക് d/dt ഓഫ് xi എന്നും എഴുതാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് നമ്മളുടെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. രണ്ട് എക്സാമ്പിൾ പ്രോബ്ലം. അതിലൊന്നാമത്തത് മാസ് ത്രോൺ അപ്വേർഡ് ഇൻ എ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. നമ്മളുടെ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് നമ്മളൊരു ഒബ്ജക്റ്റിനെ, ഒരു സർട്ടൺ മാസുള്ളൊരു ഒബ്ജക്റ്റിനെ മേലോട്ട് ത്രോ ചെയ്യാണ്. സോ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ഓർ ഇനീഷ്യൽ സ്പീഡ് v0. ഹൗ ഹൈ ഡസ് ഇറ്റ് റൈസ്? എത്രത്തോളം ഹൈറ്റിൽ അത് റൈസ് ചെയ്യും. എസ്യൂം കോൺസ്റ്റൻറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് നെഗ്ലക്റ്റ് എയർ ഫ്രിക്ഷൻ. നമുക്കിവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ എയർ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷൻ പാർട്ടിലേക്ക് വരാം. സോ നമ്മൾ മേലോട്ടുള്ള ആക്സിസ് സെഡ് ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ F = ma ആണ്. ആക്സിലറേഷൻ ഇവിടെ ഗ്രാവിറ്റി കാരണമാണ്. ഒരു ഒബ്ജക്റ്റ് മേലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി കാരണമാണ് ആ ഒബ്ജക്റ്റിന് താഴോട്ടൊരു ആക്സിലറേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ F = mg എന്ന് എഴുതാം. പക്ഷേ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൈനസ് സൈൻ കാണാൻ പറ്റും. F = -mg. ആ മൈനസ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്. കാരണം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് മേലോട്ടും നമ്മളുടെ ഗ്രാവിറ്റി ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന താഴോട്ടുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ അതുകൊണ്ടാണ് ആ മൈനസ് സൈൻ അവിടെ കൊടുത്തത്. സോ നമുക്ക് F = -mg എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിപ്പം തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ കൺക്ലൂഡിങ് ഇക്വേഷൻ നമ്മളുടെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആ ഇക്വേഷൻ നമ്മൾ അതുപോലെ ഇവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ dxന് പകരം ഇവിടെ dz ആണ് എടുക്കുന്നത്. കാരണം നമ്മളിവിടെ വെർട്ടിക്കൽ ഹൈറ്റിനെ സെഡ് ആക്സിസ് ആയിട്ടാണ് എടുക്കാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡയറക്ഷൻ ആസ് ദ സെഡ് ആക്സിസ്. സോ നമ്മളിവിടെ എഫ് dxന് പകരം എഫ് dz എടുത്തു. അതേപോലെ തന്നെ ലിമിറ്റും എക്സിന് പകരം നമുക്ക് ZI to ZF എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ? ഇനീഷ്യൽ വെലോസിറ്റി സ്പീഡാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സോ ഇനീഷ്യൽ സ്പീഡ് v0 ആണ്, അത് ഗീവൺ ആണ്. vf = 0 ആണ്. അത് കാരണം എന്താ? ഒരു കല്ലോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ മേലോട്ട് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലുള്ള പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് റസ്റ്റിലായിരിക്കും. റസ്റ്റുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എപ്പോഴും 0 ആയിരിക്കും. സോ vf = 0 ആണ്. ഇനി നമ്മളുടെ ഇക്വേഷനായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എഫിൻ്റെ വാല്യൂ -mg എന്നുള്ള കാര്യം നമ്മൾ മേലെ എഴുതി.
ഇനി ഈ വാല്യൂസൊക്കെ നമ്മളുടെ ഈ ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 0 - ½ mv02 ഈക്വൽ ടു ഇൻറ്റഗ്രൽ ZI ടു ZF മൈനസ് mg dz കിട്ടും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ആ ഇക്വേഷനെ വേണമെങ്കിൽ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? mgനെ പുറത്തേക്ക് എടുക്കാം ഇതുപോലെ. ഇനി രണ്ട് സൈഡിൽ നെഗറ്റീവ് സൈൻ ഉണ്ട്, രണ്ട് സൈഡിൽ മാസ് ഉണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലുള്ള നെഗറ്റീവും രണ്ട് സൈഡിലെ മാസും നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v02 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു g ഇൻറ്റു ഇൻറ്റഗ്രൽ ZI ടു ZF dz എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇൻറ്റഗ്രൽ dz എന്ന് പറയുന്നത് z ആണെന്ന് നമുക്കറിയാം. ഇൻറ്റഗ്രൽ dz z ആണ്. അതിനുശേഷം ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റായ ZF കൊടുക്കും, പിന്നീട് ലോവർ ലിമിറ്റായ ZI കൊടുക്കും. സോ v02 ഈക്വൽ ടു g ഇൻറ്റു ZF² മൈനസ് ZI വരും. ഓക്കെ, v02 ഈക്വൽ ടു g ഇൻറ്റു ZF മൈനസ് ZI കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്കെന്ത് ചെയ്യാം? ഈ ജീനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും. എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ZF ഈക്വൽ ടു ZI പ്ലസ് v02 ഡിവൈഡഡ് ബൈ 2g. ഇതാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞ ഇക്വേഷൻ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു പാർട്ടിക്കിളിൻ്റെ കേസിലായിരുന്നു. അതിൻ്റെ എത്രത്തോളം ഹൈറ്റിൽ ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്, ആ ഹൈറ്റിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പം ചെയ്തിട്ട് നമുക്ക് കിട്ടിയത്. ZF ഈക്വൽ ടു ZI പ്ലസ് v02 ഡിവൈഡഡ് ബൈ 2g എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. SHM, സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോൾവിങ് ദ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമിൽ നമുക്ക് ഇങ്ങനെ പറയാം: എ മാസ് m is attached to a spring of force constant k executing SHM, that is simple harmonic motion. Find the position of the mass, a function of time. ഓക്കെ, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ സ്പ്രിങ്ങിനെയൊക്കെ പറ്റി ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. +1 നമ്മൾ പഠിച്ചതാണ് സ്പ്രിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് ഓസിലേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. നമ്മളൊരു സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്യാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് നമ്മൾ അതിനെ പ്ലേസ് ചെയ്യുന്നത്. m എന്ന് പറയുന്ന മാസ് അതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനീഷ്യലി ഉള്ള ഡിസ്റ്റൻസിനെ നമ്മളിവിടെ x0 ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫോഴ്സ് കാരണം അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് x ഡിസ്റ്റൻസ് എക്സ്ട്രാ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക വിത്ത് ഇലോങ്ങേഷൻ ഓൺ ദ സ്പ്രിങ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. ലീനിയർ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ F ഈക്വൽ ടു -kx ആണ് നമ്മളുടെ സ്പ്രിങ്ങിൻ്റെ കേസിലുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി +1 പഠിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് F ഈക്വൽ ടു -kx കിട്ടി. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2, അതായത് നമ്മളുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ½ mv² - ½ mvi² വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ xi ടു xf f dx. ഇതാണ് നമ്മളുടെ ഇൻറ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ ഇക്വേഷൻ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ഇനീഷ്യലി ടൈം 0 ആകുമ്പോൾ വെലോസിറ്റിയും 0 ആണ്. vi ഈക്വൽ ടു 0 അറ്റ് t ഈക്വൽ ടു 0. ഇനി ഫൈനലായിട്ടുള്ള കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? ഇനീഷ്യൽ പൊസിഷനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. xi ഈക്വൽ ടു x0 എന്ന് പറയാം. അതേപോലെ തന്നെ ഫൈനൽ വെലോസിറ്റിനെ നമുക്ക് v ആയിട്ട് എടുക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ x ആയിട്ടും എടുക്കാം അറ്റ് ടൈം ഈക്വൽ ടു t. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റുമോ? നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ ആ ടേം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇക്വേഷൻ്റെ വാല്യൂ. അതേപോലെ ഫോഴ്സിന് Fന് -kx എന്ന് പറയുന്ന വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ½ mv² ഈക്വൽ ടു ഇൻറ്റഗ്രൽ x0 ടു x -kx dx ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ എഴുതി -k എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തു. സോ ഈക്വൽ ടു -k ഇൻറ്റു ഇൻറ്റഗ്രൽ x dx ആണ്. ഇൻറ്റഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് x0, അപ്പർ ലിമിറ്റ് x ആണ്. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ x എന്താണ്? x² ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പർ ലിമിറ്റായ എക്സും മേലുണ്ട്, ലോവർ ലിമിറ്റായ x0യും അടിയിലുണ്ട്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ½ mv² ഈക്വൽ ടു -k ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2 മൈനസ്
x02/2. ഇതെങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ഈ ഇക്വേഷനിൽ എക്സിന് പകരം ആദ്യം അപ്പർ ലിമിറ്റായി എക്സ് കൊടുക്കും, മൈനസ് ലോവർ ലിമിറ്റായി x0 കൊടുക്കും. അങ്ങനെയാണ് നമുക്കിവിടെ x²/2 മൈനസ് x02/2 എന്ന് കിട്ടിയത്. 2 ഓൾറെഡി ഡിനോമിനേറ്ററിലുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി ഇവിടെയുള്ള മാസിനെയും 2നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാസിനെ നമുക്ക് RHSലേക്ക് എടുക്കാം. സോ ഇത് ഡിനോമിനേറ്ററിലേക്ക് വരും. അതാണ് ഇവിടെ അങ്ങനെ വന്നത്. പിന്നെ എല്ലാ സൈഡിലും 2 ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലുള്ള 2 എന്ന് പറഞ്ഞ ടേം ക്യാൻസൽ ഔട്ടായി മാറും. സോ ഇനി 2 എന്ന് പറഞ്ഞ ടേം രണ്ട് സൈഡിലും ഇല്ല, LHSലും ഇല്ല, RHSലും ഇല്ല. സോ നമ്മുടെ ഇക്വേഷൻ v² = k/m ഇൻറ്റു x02 മൈനസ് x² ആണ്. ഇനി v² നിന്ന് v കാണണമെങ്കിൽ എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക. സോ v = √k/m. സിമിലർലി √x02 മൈനസ് x² കിട്ടി. വെലോസിറ്റീനെ നമുക്ക് വേണമെങ്കിൽ dx/dt എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി. സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു √k/m ഇൻറ്റു √x02 മൈനസ് x². ഇനി നമുക്കിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എക്സിൻ്റെ വേരിയബിളിൻ്റെയൊക്കെ ഒരു സൈഡിലേക്കും അതേപോലെ തന്നെ അല്ലാത്ത ടേമിനൊക്കെ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ എക്സിൻ്റെ ടേം ലെഫ്റ്റിലേക്കും വന്നു, dt-നെ റൈറ്റിലേക്ക് എടുത്തു, സെപ്പറേറ്റിംഗ് ദ വേരിയബിൾസ്. അങ്ങനെ ചെയ്തപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ √k/m എന്ന് പറയുന്നതിനെ ഒമേഗ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട്. √k/m എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ +1 പഠിക്കുന്നുണ്ട്, ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. സോ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ √k/m എന്ന് പറയുന്നതിനെ നമുക്ക് ഒമേഗ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഓൾറെഡി നമ്മളവിടെ പഠിച്ചതാണ്. സോ നമുക്കതിന് ഒമേഗ എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ dx ഡിവൈഡഡ് ബൈ √x02 മൈനസ് x² = ഒമേഗ dt. നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ x0 to x dx ഡിവൈഡഡ് ബൈ √x02 മൈനസ് x² = ഇൻ്റഗ്രൽ 0 to t ഒമേഗ dt എന്ന് കിട്ടും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇത്. ആ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് x/x0. സൈൻ ഇൻവേഴ്സ് ഓഫ് x/x0. ഇനി അതിന് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ x-ഉം x0 എന്ന് പറയുന്ന ലിമിറ്റിന് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തത്. സോ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇൻ്റഗ്രൽ 1/√x02 മൈനസ് x² dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് x ഡിവൈഡഡ് ബൈ x0 എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. തിരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിക്കുകയാണ്. ഇൻ്റഗ്രലിനെ പറയുന്നതിന് പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1 / √1 മൈനസ് x² അല്ലേ? സോ ഇവിടെ 1ന് വരെ നമ്മളിവിടെ എഡീഷനായിട്ട് x02 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണുള്ളത്. സോ നമ്മൾ ആ ഒരു ഫോമിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്താലും മതി. ഇനി നമ്മുടെ റൈറ്റ് സൈഡ് ഇൻ്റഗ്രൽ ഒമേഗ dt ആണ്. ഒമേഗ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ dt ചെയ്താൽ t കിട്ടും. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ അതന്നെയോ വരുള്ളൂ, t-0 വരും, ദാറ്റ് ഈസ് t itself. സോ ഈ സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ tയും കിട്ടും. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പർ ലിമിറ്റ് എക്സും ലോവർ ലിമിറ്റ് x0യും ഉണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇവിടെ ഓർത്ത് വെക്കണം, നിങ്ങൾ ഈ മേലെ കാണുന്ന എക്സിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, മേലെ കാണുന്ന എക്സിന്. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് x/x0 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? x0/x0 വരും. അത് 1 ആയതിനെ കൊണ്ടാണ് ഇവിടെ സൈൻ ഇൻവേഴ്സ് 1 എന്ന് നമ്മൾ എഴുതിയത്, വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ t. അടുത്ത സ്റ്റെപ്പിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. കാരണം സൈൻ 90 ആണ് 1, π/2 മീൻസ് 90 ഡിഗ്രി. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/2 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് ഓഫ് x/x0 = ഒമേഗ t പ്ലസ് π/2, ദാറ്റ് ഈസ് 90 ഡിഗ്രി. സൈൻ ഇൻവേഴ്സ് ഓഫ് x/x0 = ഒമേഗ t പ്ലസ് π/2. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? x ഡിവൈഡഡ് ബൈ x0 = സൈൻ ഓഫ് ഒമേഗ t പ്ലസ് π/2 കിട്ടും. സൈൻ ഓഫ് ഒമേഗ t പ്ലസ് π/2. ഇത് നമ്മളുടെ ഏത് ഫോമിലാണ് ഉള്ളത്? സൈൻ ഓഫ് ഒമേഗ t പ്ലസ് π/2 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റിയാണ്. സൈൻ a പ്ലസ് ബി ഫോമിലാണ് ഉള്ളത്. സൈൻ a പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്.
ഇവിടെ അതിന് പകരം എക്കും ബിക്കും പകരം ഒമേഗ ടിയും π/2 ആണ്, അതായത് 90 ഡിഗ്രി. സോ നമുക്കതിനെ സൈൻ ഒമേഗ ടി കോസ് 90 പ്ലസ് കോസ് ഒമേഗ ടി ഇൻറ്റു സൈൻ 90 എന്ന് എഴുതാം. ഇവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, കോസ് 90 എന്താണ്? കോസ് 90 0 ആണ്. സോ ഈ മൊത്തം ടേം 0 ആയിപ്പോയി. അതേപോലെ സൈൻ 90 1 ആണ്. ബാക്കി ഇവിടെ എന്താ? കോസ് ഒമേഗ ടി. സോ ഈ ടേം എന്ന് പറയുന്നത് കോസ് ഒമേഗ ടിക്ക് ഈക്വലൻ്റ് ആണ്. സോ ഈ ടേം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? കോസ് ഒമേഗ ടി എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇവിടെ x/x0 ഈക്വൽ ടു കോസ് ഒമേഗ ടി എന്ന് എഴുതുന്നത്. ഇനി x0നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പം x ഈക്വൽ ടു x0 കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ. ഓക്കെ, ഈ സൊല്യൂഷൻ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടൈമിൻ്റെ വാല്യൂ 0 ആകുമ്പം x ഈക്വൽ ടു x0 ആണ് വരിക, അല്ലേ? കാരണം എന്താ? കോസ് ഒമേഗ ടി, അതിൽ ടൈമിൻ്റെ വാല്യൂ 0 വരുമ്പോൾ കോസ് 0 എന്ന് പറയുന്ന 1, കോസ് 0 1 ആയി കഴിഞ്ഞാൽ x ഈക്വൽ ടു x0 അല്ലേ? അതാണ് നമുക്കിവിടെ കിട്ടിയത്, x ഈക്വൽ ടു x0. ആൻഡ് അതേപോലെ തന്നെ നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് നമ്മൾ vi ഈക്വൽ ടു 0 എടുത്തത്.